പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് നാടും നഗരവും. കണിമംഗലം ശാസ്താവിന്റെ പുറപ്പാടോടെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിന് തുടക്കമായിരിക്കുകയാണ്. വർണ്ണവിസ്മയങ്ങൾക്ക് സാക്ഷിയാകാൻ ശക്തന്റെ തട്ടകത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് ജനങ്ങൾ. പൂരാവേശം ഒരു തരി പോലും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം ടീമും സജ്ജമാണ്. ലെവിൻ കെ വിജയനിലേക്കാണ്. വടക്കുംനാഥന്റെ ക്ഷേത്രാങ്കണത്തിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ലെവിൻ, കണിമംഗലം നിൽക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനൊപ്പമാണ് എന്നുള്ളതാണ്. ലെവിൻ, എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവിനായി, എഴുന്നള്ളിപ്പിനായി. ഇന്നിപ്പോൾ എപ്പോഴാണ് രാമചന്ദ്രൻ തിടമ്പേറ്റുക? വിവരങ്ങൾ. രാമൻ രാജാവാണ്. ആ രാജാവിൽ തിടമ്പേറ്റുന്നതിനായി ചെമ്പൂക്കാവിലമ്മ ഒരുങ്ങി നിൽക്കുന്നു. ആടയാഭരണങ്ങൾ അണിഞ്ഞ് വേഷഭൂഷാദികൾ ധരിച്ച് ചെവിയാട്ടി കൊമ്പ് കൂർപ്പിച്ച് രാമൻ തയ്യാറെടുത്തു നിൽക്കുന്നുവെന്ന മനോഹരമായ കാഴ്ചയാണ് കാണാനുള്ളത്. രാവിലെ 6:30 തന്നെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി. 7 മണിയോടുകൂടി ചെമ്പൂക്കാവിലമ്മ പൂരപ്പുറപ്പാട് നടത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടന്നു. ക്ഷേത്രത്തിലെ പൂജകൾ നടത്തി തിടമ്പേറ്റാൻ രാമൻ തയ്യാറെടുത്തു നിൽക്കുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന, ഏഷ്യയിലെ ഉയരങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ള ആന. ആരാധകരേറെയാണ്, ആസ്വാദകരേറെയാണ്. രാമനെ കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് എത്തിയ നിരവധി ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞാലും അറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ ആസ്വാദകരും ആരാധകരുമുള്ള ആനയാണ് രാമൻ. ഇപ്പോൾ ആന ഉടമസ്ഥനും ചെമ്പൂക്കാവ് ദേവസ്വത്തിന്റെ ഉടമയുമായിട്ടുള്ള ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ മഹേഷ് നമ്മളോടൊപ്പം ചേരുന്നു. രാമൻ തിടമ്പേറ്റാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. അതെ, ഇതേപോലെ ഇതൊരു ദൈവ നിയോഗമാണ്. കാരണം പ്രത്യേകിച്ച് കിഴക്കേ ഗോപുരം വഴി കടക്കുന്ന നമ്മുടെ എഴുന്നള്ളിപ്പോഴും ശ്രദ്ധ ആകർഷിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഒരു ചരിത്ര നിയോഗമാണ് ചെമ്പൂക്കാവ് ശ്രീ കാർത്തികേയനി ഭഗവതി. പ്രത്യേകിച്ച് രാമനുമായിട്ട് കിഴക്കേ ഗോപുരം കടന്ന് തെക്കേ ഗോപുരം വഴി ഇറങ്ങുകയാണ്. അപ്പോൾ രാമനെ സംബന്ധിച്ചും തൃശ്ശൂർ പൂര വിളംബരം എന്ന് പറയുന്നത് ഇത്ര ഒരു പ്രാധാന്യം കിട്ടിയത് തെച്ചിക്കോട്ടുകാവ് രാമൻ വന്നതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ചെമ്പൂക്കാവ് ഭഗവതിയാണ് തെക്കേ ഗോപുരം നട പൂരത്തിന്റെ അന്ന് തെക്കോട്ട് ഇറങ്ങുന്നത്. അതൊരു ചരിത്ര സംഭവം തന്നെയാണ്. രാമൻ ആദ്യമായിട്ടാണോ ചെമ്പൂക്കാവിന് വേണ്ടി? ചെമ്പൂക്കാവില് രാമൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതേ ഞാൻ പറഞ്ഞത്, ഒരു നിയോഗമാണ്. പ്രത്യേകിച്ച് പൂരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഉത്സവം എന്ന് പറയുന്നത് കാർത്തികയാണ്. അപ്പോൾ കാർത്തികയ്ക്ക് ഞങ്ങൾ കിട്ടുമോ എന്ന് ഞങ്ങളൊരു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് നടന്നില്ല. പക്ഷെ ഇത് ഏറ്റവും വലിയ, അതായത് പൂരങ്ങളിൽ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് കിട്ടിയെന്നുള്ളത് രണ്ട് ഭഗവതിമാരുടെ തീരുമാനമാണത്. അദ്ദേഹം പറഞ്ഞതുപോലെ ചെമ്പൂക്കാവിന് വേണ്ടി തിടമ്പേറ്റാൻ എത്തുന്നത് രാമൻ ആദ്യമായിട്ടാണ്. രാമൻ ഇല്ലാത്തൊരു പൂരം തൃശ്ശൂരുകാർക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. രാമൻ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലടക്കം ആശങ്കകൾ പൂരത്തിന്റെ കൊടിയേറ്റം വരെയും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ ആ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരത്തിനെത്തും എന്നുള്ള വാർത്ത നമ്മുടെ മാധ്യമത്തിലൂടെ അടക്കം പുറത്തുവിട്ടതോടുകൂടി വലിയ സ്വീകാര്യതയാണ് ആ വാർത്തകൾക്ക് പോലും ലഭിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി പരിശോധിക്കണം. രാമൻ ഇല്ലാത്തൊരു പൂരമാകില്ല എന്നുള്ളത് തൃശ്ശൂരുകാർ കരുതുന്നതാണ്. അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ കാര്യമാണ്. ഏതായാലും തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ചു. രാമൻ ചെമ്പൂക്കാവിലമ്മയുടെ തിടമ്പേറ്റാൻ തയ്യാറെടുക്കുന്നു. ചെമ്പൂക്കാവിലമ്മയുടെ തിടമ്പും ആയി അല്പസമയത്തിനകം ഇവിടെ നിന്നും പൂരം പുറപ്പെടും. ഏതായാലും ആഘോഷങ്ങൾ അതിരുവിടുന്നില്ല എന്നുള്ളതും എല്ലാ കുറ്റമറ്റ രീതിയിലുള്ള സംഘാടനവും എല്ലാം ഈ പൂരത്തിൻ്റെ ഇതുവരെയുള്ള സമയത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ്. ഏതായാലും അത്തരത്തിലുള്ള മനോഹരമായ ഒരു പൂരം തന്നെയായിരിക്കും ഈ പൂരം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറുവശത്ത് രാമന്റെ സാന്നിധ്യം കൊണ്ട് ചെമ്പൂക്കാവിലമ്മ പൂരം പുറപ്പെടുമ്പോൾ അത് കാണാൻ വഴിനീളെ ആസ്വാദകരും ആരാധകരും എല്ലാം കാത്തു നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് ഇനി കാണേണ്ടതുണ്ട്. ഈ തിരക്കുകൾക്കിടയിൽ, ആനകൾക്കിടയിലെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള രാമനെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതും വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എലിഫന്റ് സ്ക്വാഡും രാമൻ്റെ 4 പാപ്പാന്മാരും, നെന്മാറ രാമൻ എന്ന രാമൻ്റെ പാപ്പാനടക്കം 4 പാപ്പാന്മാർ, നെന്മാറ രാമൻ, കടുക്കൻ രാജേഷ്, അതോടൊപ്പം തന്നെ മനോജ്, അമലിങ്ങനെ തുടങ്ങിയ 4 ആളുകളാണ് രാമൻ്റെ എഴുന്നള്ളിപ്പിന് മറ്റുമായിട്ട് ഉള്ളത്. ഏതായാലും തെച്ചിക്കോട്ട് കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ, രാമൻ തയ്യാറെടുത്തു? തയ്യാറെടുത്ത് അല്ല, നേരത്തെ വന്നല്ലോ, 6 മണിയാകുമ്പോഴേക്കും വന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ 6 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിക്ക് എത്തി. ചെമ്പൂക്കാവിന് വേണ്ടി തിടമ്പേറ്റുന്നത് ആദ്യമായിട്ടാണ്? ആദ്യമായിട്ടാണ്.
രാമനെ കുറിച്ച് പറയാൻ നമ്മൾ 2 ദിവസം മുന്നേ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. വേറെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പൂരെടുക്കണം തന്നെ. തൃശ്ശൂരാകുമ്പോൾ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു മാത്രം. എലിഫന്റ് സ്ക്വാഡൊക്കെ ഒപ്പമുണ്ടല്ലേ? അതാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവണം തന്നെ. അതിന് പ്രത്യേകത ഒന്നുമില്ല. തൃശ്ശൂർ പൂരമായതുകൊണ്ടൊരു മാധ്യമ ശ്രദ്ധകൾ വരുന്നു എന്ന് മാത്രം. സാധാരണ പരിപാടിക്കണ പോലെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് രാമനെ കുറിച്ച് പറയാൻ എന്നും രാമനെ കണ്ട് എപ്പോഴും കാണുന്ന ആളാണ്. അതുകൊണ്ട് പ്രത്യേകമായി പറയാനില്ല. പക്ഷേ പൂരത്തിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. രാമനുള്ളതിൻ്റെ ആവേശത്തിലാണ് ചെമ്പൂക്കാവ് ദേശത്തിലുള്ളവരെമ്പാടും. അത്തരത്തിൽ വലിയ സന്തോഷവും ആഹ്ലാദവും ഒക്കെയാണ് ചെമ്പൂക്കാവിലെ പൂരം പുറപ്പാടിനെ അനുവദിച്ചുകൊണ്ട് ആളുകൾക്കുള്ളത്. അതെ, അതുതന്നെയാണ് ലവീൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിൽ ആനകളുടെ രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളും എന്നുള്ളതാണ്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് രാമചന്ദ്രൻ പൂരത്തിലേക്ക് എത്തുക, പൂരപ്പറമ്പിലേക്ക് എത്തുക. കാഴ്ചയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്.